ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ക്വാണ്ടാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബേസിക്സ് അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഒരു കാര്യം ഉണ്ടാവില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിലേക്കും എങ്ങനെയാണ് നമുക്ക് ഒരു ക്വാണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കടക്കാം എന്നുള്ളത് നമുക്ക് ഓരോരോ ക്ലാസ്സുകളിലൂടെ അറിയാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് CAT 2023 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്കാണ് നടക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജനറൽ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സിന്റെയും അത് ജനറൽ ആയിട്ട് എന്തോരം മാർക്സ് അല്ലെങ്കിൽ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തെല്ലാം വരുന്നുള്ളതും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ട് ലാസ്റ്റ് ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്കിലും ഓൾമോസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എന്നാൽ കൂടി ലാസ്റ്റ് എക്സാമിന് കുറച്ച് ടഫ് ആയിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു. ബട്ട് കുറച്ച് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോഡറേറ്റ് ലെവലിലായിരുന്നു. അങ്ങനെ ഓരോ ലെവൽസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ ഡിഫിക്കൽട്ട് ഏതാണ് മോഡറേറ്റ് ഏതാണെന്ന് നോക്കി ക്ലാസിഫൈ ചെയ്ത് പഠിക്കണം എന്നുള്ളതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, സോ ഇന്നിപ്പോ ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ക്വാണ്ടാണ്. ഓക്കെ, സോ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നമുക്കിന്ന് ഒന്ന് നോക്കാം. ഇതില് ബേസിക് ആദ്യം നിങ്ങൾ പഠിക്കുക. കാരണം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബേസിക്സ് അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഒരു കാര്യം ഉണ്ടാവില്ല. അത് മാത്രമല്ല ഇതില് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2023 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രിയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് മെത്തേഡിലൂടെയും അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിലേക്കും എങ്ങനെയാണ് നമുക്ക് ഒരു ക്വാണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കടക്കാം എന്നുള്ളത് നമുക്ക് ഓരോരോ ക്ലാസ്സുകളിലൂടെ അറിയാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ മൂവ് ചെയ്യുവാണ്. The salaries of 3 friends, Sita, Geeta and Meeta, are initially in the ratio 5:6:7 respectively. In the first year, they get salary hikes of 20%, 25% and 20% respectively. In the second year, Sita, Meeta get salary hikes of 40% and 25% respectively. And the salary of Geeta becomes equal to the mean salary of the 3 friends. The salary hike of Geeta in the second year is. So, നിങ്ങൾ ആ എക്സാമില് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ശരിക്കും മെയിൻലി 3 ടോപ്പിക്സ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വന്നിരിക്കുന്നത്. അതായത് റേഷ്യോ വന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് വന്നിട്ടുണ്ട്, പിന്നെ ജനറൽ ആയിട്ട് ചെയ്യുന്നതും. സോ ഹിയർ ഫസ്റ്റ് 5:6:7 ആണ് നമ്മുടെ റേഷ്യോ. ഓക്കെ, സോ ഹിയർ let the initial salaries of Sita, Geeta and Meeta be 5x, 6x and 7x. 5:6:7. So 5:6:7 നമ്മൾ ബേസിക്കലി ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു റേഷ്യോന്റെ ആ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ 5ന്റെ കൂടെ കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് 5x ഈസ് ടു 6x ഈസ് ടു 7x. So ratio is 5:6:7 and multiplying the constant by 5, 6 and 7, the salaries will be 5x, 6x and 7x. Okay. So next statement നോക്കിയേ. In the first year, they get salary hikes of 20%, 25% and 20% respectively. So, ഇവിടെ ആദ്യം നമ്മുടെ സാലറി 5x, 6x and 7x ആയിരുന്നു. നമുക്ക് ഒരു വാല്യൂ തരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അതായത് 20%, 25% എന്നുള്ളത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ബട്ട് ഹിയർ എന്താ പ്രശ്നം, ഇവിടെ 5x, ഇവിടെ 20%, 25%, 20% എന്നുള്ളത് ഹൈക്ക് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, സോ 5x, 6x and 7x. So Sita got a hike of 20%. അപ്പൊ അതെങ്ങനെ ചെയ്യും? സോ ഹിയർ 5x ആണ് സീതയുടെ ഒറിജിനൽ സാലറി. സോ ഷീ ഗോട്ട് എ ഹൈക്ക് ഓഫ് 20%. സോ 5x ഇൻറ്റു ഹൈക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ 120 ആണ് ചെയ്യേണ്ടത്. Okay, so 5x into 120 by 100. Similarly, for Geeta, she got
6x into 25. So it is 125 by 100. Okay. Then 7x, that is salary of Meeta. It is increased by 20%. That is 7x into 120 by 100. Okay. So solving each of this problem, that is 5x into 120 by 100, 6x into 125 by 100 and 7x into 120 by 100. We will get the new salary as 6x, 7.5x and 8.4x respectively. Okay, so the new salaries of Sita, Geeta and Meeta are 6x, 7.5x and 8.4x respectively. So this is the first year hike. So the next statement is, in the second year, Sita and Meeta get salary hikes of 40% and 25% respectively. So here, in the second year, Geeta's hike. So here, only Sita's and Meeta's are given. That is 40% and 25%. And while we are increasing or hiking the salary, we will be getting Geeta's salary is the average of the salaries of the three. That means, that is, in the question it is given that salary of Geeta becomes equal to the mean salary of the three friends. Okay, so while doing this, the next year Sita and Meeta was only hiked the salary and Geeta got the salary, that is average salaries of the three. That was the Geeta's salary. And Geeta's salary is the average of salaries of three. That means Geeta's salary is just the average of other two. So while we calculate, that is the average of other two, that is 8.4x plus 10.5x. How we got this? This 8.4x is the second person, that is Sita and Meeta. They got the second year hike as 40% and 25%. So while we increased, that is 6x and 8.4x is hiked, we got the new salary of Sita and Meeta as 8.4x and 10.5x respectively. And for finding Geeta's salary, we are finding the mean value of the others two's salary. So that is 8.4x plus 10.5x by 2, which is equal to 9.45x. Okay. Then percentage hike of Geeta. That is, originally we find out Geeta's salary was 9.45x because it was the average of the other two. So in order to find the hike of Geeta, our Geeta's salary in the first year, that is 7.5x. So we have to find out the percentage hike of the second year of Geeta. Okay. So second year le Geethaku salary etra percentage koodi ennallathu ariyanayittu 9.45x divided by 7.5x cheyyumbo 1.26 namukku kittum. Okay. So it means that 26% is hiked for Geeta in the second year. That's why we got 1.26. Okay. So here, according to the question, what is that? Is a salary hike of Geeta in the second year. So the option A is the correct answer. That is 26%. Okay, clear? Then, so first question ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ കാറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നേന്നുള്ളത്. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റിയിലെ ഒരു ഭാഗത്തിലെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിലെ മാത്രം ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും ടഫ് ആണെങ്കിൽ ബാക്കി ഇനി വരാൻ പോകുന്നതും കൂടെ കണ്ടോളൂ. അതും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Geeta sells two objects A and B at the same price such that she makes a profit of 20% on object A and a loss of 10% on object B. If she increases the selling price such that objects A and B are still sold at an equal price and a profit of 10% is made on object B, then the profit made on object A will be nearest to 42%, 47%, 45%, 49%. Okay.
So here Geeta രണ്ട് objects sell ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ A and B at the same price such that she makes a profit of 20% on object A and loss of 10% on object B. And if she increases the selling price such that objects A and B are still sold at an equal price. So, ഇവിടെ സെൽ ചെയ്തിരിക്കുന്നത് രണ്ടുപേരുടെയും അല്ലെങ്കിൽ ഈ രണ്ട് ഒബ്ജക്റ്റിന്റെയും സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആണെങ്കിൽ എന്ത് പറ്റി? Profit of 10% is made on object B. Okay, then the profit made on object A will be nearest to. So, we can take the cost price of object A and B be the cost price. That is A as the cost price of A, B as the cost price of B. Okay, then Geeta sells two objects A and B at the same price such that she makes a profit of 20% on object A and a loss of 10% on object B. ഇത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് 20% എയില്, അതായത് ഗീത സെൽസ് ടു ഒബ്ജക്ട്സ് എ ആൻഡ് ബി അറ്റ് ദ സെയിം പ്രൈസിലാണ് ഗീത ആ ഒബ്ജക്ട്സിനെ സെൽ ചെയ്തത്. ആൻഡ് ഷീ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ ഒബ്ജക്ട് എ, ലോസ് ഓഫ് 10% ഓൺ ഒബ്ജക്ട് ബി. സോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ if she increases the selling price such that objects A and B are still sold at an equal price. So ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് നോക്കിക്കേ, 1.2, 0.9. ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 20% പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എങ്ങനെയായിരിക്കും? എ ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 120/100 ആയിരിക്കും അതിന്റെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബിക്ക് ലോസ് ആണെന്ന് പറഞ്ഞു 10%, ദാറ്റ് ഈസ് 90/100. Okay, so A into 120/100 is equal to B into 90/100. ഇത് ക്യാൻസൽ ചെയ്ത് സീറോസിനെ ക്യാൻസൽ ചെയ്തു സോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1.2 into A equal to 0.9 into B. Then solving this 1.2 into A equal to 0.9 into B. So ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 4A is equal to 3B എന്ന് കിട്ടും. Okay, that is removing the point, that is decimal point, we will get 4A is equal to 3B and we are getting the value of B is equal to 4A/3. അപ്പോൾ B ന്റെ വാല്യൂ എന്ത് കിട്ടി? 4A/3 എന്ന് കിട്ടി. Then to sell the object B at a profit of 10%, the selling price of B must be 1.1B or 11/10 of B. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, then the profit made on, അതായത് and the profit of 10% is made on object B. അപ്പൊ ഇത് ഈക്വൽ പ്രൈസ് ആയിട്ട് വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് 10% ബിന്റെ ഇതിൽ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടണം എന്നാണ് പറഞ്ഞേക്കണേ. സോ to sell object B at a profit of 10%, selling price of B must be 1.1B. That means 10% എന്ന് പറയുമ്പോൾ 110/100 into B ആയിരിക്കും കിട്ടുക സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ സോൾവിങ് ദാറ്റ് 1.1B ആയിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. ഇനി ഒബ്ജക്ട് A is sold at the same price as object B, that is 11/10 B is equal to 11/10 into 4/3A. അപ്പോൾ ഒബ്ജക്ട് Aയും ഒബ്ജക്ട് Bയും ഒരേ പ്രൈസിലാണ് വിറ്റിരിക്കുന്നത്. സോ 11/10 ഓഫ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിക്ക് നേരത്തെ നമ്മളൊരു വാല്യൂ കണ്ടുപിടിച്ചിരുന്നു എന്റെ ടേമില് 4/3A എന്ന് കണ്ടുപിടിച്ചിരുന്നു. സോ 11, that is 11/10 B is equal to ആ ബിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് 4/3A ഇട്ട് കൊടുത്തു. സോ സോൾവിങ് ദിസ് ഇക്വേഷൻ 11/10 into 4/3A is 1.466. Okay, so here 1.466 means it is increased by 46.6%. അല്ലെങ്കിൽ അതാണ് അതിന്റെ പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 46.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്രോക്സിമേറ്റ്ലി 47% ആണ്. ഓക്കെ, സോ ഇത് ശരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഓൾമോസ്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് ബേസിക് ക്വസ്റ്റ്യൻ അല്ല ഇത്. ഓക്കെ, സോ then next question is Arvind travels from town A to town B and Surabhi from town B to town A, both starting at the same time along the same route. After meeting each other, Arvind takes 6 hours to reach town B while Surabhi takes 24 hours to reach town A.
if Aravind traveled at a speed of 54 km per hour. So Aravind takes 6 hours to reach town B and Surabhi takes 24 hours to reach town A, and Aravind traveled at a speed of 54 km per hour. Then the distance in kilometer between town A and town B is. Okay. So here 2 towns are there, A and B. So രണ്ടുപേര് അരവിന്ദും സുരഭിയും ഉണ്ട്. അരവിന്ദ് ബിയിലോട്ടും സുരഭി എയിലോട്ടും രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അരവിന്ദ് കവേഴ്സ് D1 in T hours and D2 in 6 hours. So Aravind travels from town A to town B and Surabhi from town B to town A, both starting at the same time. അപ്പോൾ രണ്ടുപേരും അരവിന്ദ് ഇവിടുന്ന് സുരഭി രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. അത് മാത്രമല്ല Aravind covers D1 in T hours and D2 in 6 hours. So ഇതിന്റെ ഇടയിൽ ആഫ്റ്റർ മീറ്റിംഗ് ഈച്ച് അതർ, അപ്പൊ ഇവര് തമ്മിൽ എവിടെയോ വെച്ചിട്ട് കണ്ടുമുട്ടി. നമുക്കൊരു പോയിന്റ് ഇട്ട് കൊടുക്കാം, C. ഓക്കെ, അപ്പോ അരവിന്ദ് കവേഴ്സ് D1 ആൻഡ് ഇത് നമുക്ക് D1 ആയിട്ടും ഇത് നമുക്ക് D2 ആയിട്ടും എടുക്കാം. ഓക്കെ, സോ അരവിന്ദ് കവേഴ്സ് D1 in T hours. ഇത് T ഹവേഴ്സിലാണ് അരവിന്ദ് കവർ ചെയ്തത്. D2 6 ഹവേഴ്സിൽ കവർ ചെയ്തു എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗ് ഈച്ച് അതർ അരവിന്ദ് ടേക്ക് 6 hours to reach town. അപ്പോ അരവിന്ദ് സുരഭിനെ മീറ്റ് ചെയ്തതിന് ശേഷം ഈ പോയിന്റ് സിയിൽ നിന്നും 6 മണിക്കൂർ എടുത്തു എവിടെ എത്താൻ, ബിയിൽ എത്താനായിട്ട്. ഓക്കെ, ദെൻ D1 by T equal to D2 by 6 എന്ന് വെച്ചാൽ എന്താ, ഇവിടെ രണ്ടുപേർക്കും സമയം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടുപേരും ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്, സുരഭിയും അരവിന്ദും. ഇതില് D1 by T equal to D2 by 6 എന്ന് വെച്ചാൽ അരവിന്ദ് എയിൽ നിന്നും ബിയിൽ എത്തുന്നത് വരെ ഒരേ സ്പീഡായിരുന്നു. സോ എന്ത് പറയാം, നമുക്ക് ഈ ഡിസ്റ്റൻസ് D1 എന്ന് പറയുന്ന ഡിസ്റ്റൻസും D2 എന്ന് പറയുന്ന ഡിസ്റ്റൻസും ട്രാവൽ ചെയ്ത ടൈം ഡിഫറൻസും എന്ന് വെച്ചാൽ D1 by T എന്ന് പറയുന്നത് അരവിന്ദ് എയിൽ നിന്നും സി വരെ പോയ ദൂരവും, ദാറ്റ് ഈസ് D2 എന്ന് പറയുന്നത് സിയിൽ നിന്ന് ബിയിലേക്ക് പോയ ദൂരമാണ്. സോ ഇവരുടെ സ്പീഡാണ് അല്ലെങ്കിൽ അരവിന്ദിന്റെ സ്പീഡാണ് D1 by T equal to D2 by 6 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഈ D2നെ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ D1 by D2 will be equal to T by 6. D2നെ ഇതിന്റെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. സോ D1 by T equal to D2 by 6. ഈ D2നെ ഇങ്ങോട്ടേക്കും Tനെ മുകളിലോട്ട് കൊണ്ടുവരും. അതായത് D1 by D2 is equal to T by 6. ഓക്കെ, ഇനി അപ്പൊ ഇത് നമുക്കൊരു ഫസ്റ്റ് ഇക്വേഷൻ എന്നുള്ള രീതിക്ക് എടുക്കാം. ഇനി അടുത്ത ആള് സുരഭി. ഓക്കെ, സുരഭി കവേഴ്സ് D1 in 24 hours and D2 in T hours. അപ്പോ സുരഭി കവർ ചെയ്തതനുസരിച്ചിട്ട് ഇത് 24 ഹവേഴ്സിലും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് T ഹവേഴ്സിലുമാണ്. കാരണം എന്താ, സുരഭി സിയിൽ വെച്ചിട്ട്, അതായത് സുരഭി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ സുരഭി ഇവിടെ നിന്ന് സിയിലോട്ട് എത്തണ വരെ 24 ഹവേഴ്സും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് T ഹവേഴ്സും ആണ് എടുത്തത്. സോ സുരഭിയുടെയും ഇതേപോലെ തന്നെ ഇക്വേഷൻ എഴുതുമ്പോൾ D1 by 24 is equal to D2 by T എന്ന് എഴുതാം. കാരണം സുരഭിയുടെ സ്പീഡ് യൂണിഫോം ആയിട്ടാണ് വരുന്നത്. Then D1 by D2 equal to 24 by T which is equal to T by 6. ഇവിടെ ഓൾറെഡി നമ്മൾ D1 by D2 എന്ന് പറയുന്നത് T by 6 ആണെന്ന് കണ്ടുപിടിച്ചിരുന്നു അരവിന്ദിന്റെ കേസിൽ. സോ അത് തന്നെയാണ് എവിടെ വരുന്നത്, സുരഭിയുടെ ഇതിലും വരുന്നത്. അപ്പോ D1 by D2 equal to 24 by T which is equal to T by 6 എന്ന് കിട്ടി. Then 24 by T equal to T by 6. ഈ രണ്ട്, അതായത് ഇത്രയും ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് Tനെ സോൾവ് ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് 24 by T equal to T by 6. സോ 6നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, Tനെ അങ്ങോട്ടേക്കും കൊണ്ടുപോയി. അപ്പൊ എന്തായി, 24 into 6 is equal to T square. Okay, so what is 24 into 6? 6 into 4 24. 6 into 2 12 plus 2 144 is equal to T square. T square equal to 144. T square എന്ന് പറഞ്ഞു കഴിയുമ്പോൾ T, that is square root of 144, that is 12. So we got T equal to 12. Okay. ഇനി ടോട്ടൽ ടൈം ടേക്കൺ ബൈ അരവിന്ദ് ടു ട്രാവൽ. ഇനി T കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, D1 by D2 equal to T by 6 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ടോട്ടൽ ടൈം ടേക്കൺ ബൈ അരവിന്ദ് ടു ട്രാവൽ ഫ്രം സിറ്റി A to സിറ്റി B, that is T plus 6 is equal to 18 hours. അത് നമുക്കറിയാം, അരവിന്ദിന് ടോട്ടൽ ആയിട്ട് T ടൈം
എ തുടങ്ങി സി വരെയും സി തുടങ്ങി ബി വരെയും ആണ് ടോട്ടൽ ആയിട്ട് ടിയും 6 hours ആണ് എടുത്തതെന്ന് അറിയാം. സോ ഈ ടിയും 6ഉം കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അരവിന്ദിന്റെ ടോട്ടൽ സമയം കിട്ടും. അതായത് 12 hours ആണ് നമുക്ക് ടി കിട്ടിയത്. അരവിന്ദ് ഓൾറെഡി 6 hours വേറെ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരുന്നു. So 6 plus 18, that is 6 plus 12 is equal to 18 hours. So total time taken by Aravind to travel from city A to city B is 18 hours. Okay, then speed of Aravind. Appo 18 hours ലാണ് അരവിന്ദ് ട്രാവൽ ചെയ്തത്. ഇനി സ്പീഡ് ഓഫ് അരവിന്ദ് is equal to 54 km/h എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. സോ സ്പീഡും ടൈമും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് is equal to speed into time. Okay, so distance between city A to city B is equal to, here speed of Aravind is 54 km/h. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ദാറ്റ് ഈസ് 54 into 18 which is equal to 972 kilometers. So distance from A to B. അപ്പൊ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 972 kilometer. So our option A is the correct answer. 972 kilometer. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഇപ്പൊ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്തത്. ആ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്ത 3 ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞു ബേസിക് ക്വസ്റ്റ്യൻസ് അല്ല, ഇന്റർമീഡിയറ്റും മീഡിയേറ്റും ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ പിന്നെ ഒരു കുറച്ചൊക്കെ ഡിഫിക്കൽറ്റി ആണ്. പിന്നെ ഇനി വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 4, the amount of job that Amal, Sunil and Kamal can individually do in a day are in harmonic progression. Kamal takes twice as much time as Amal to do the same amount of job. If Amal and Sunil work for 4 days and 9 days respectively, Kamal needs to work for 16 days to finish the remaining job. Then the number of days Sunil will take to finish the job working alone is. So ഇത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, amount of job that Amal, Sunil and Kamal can individually do in a day are in harmonic progression. അപ്പോ നമുക്ക് 3 തരത്തിലാണ് പ്രോഗ്രഷൻ വരുന്നത്: അരിത്തമെറ്റിക്, ജോമെട്രിക്, ഹാർമോണിക്. ഓക്കെ, സോ ഇതില് ഹാർമോണിക് പ്രോഗ്രഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ Kamal takes twice as much time as Amal. അപ്പോ കമലിന് ട്വൈസ് ആസ് അമൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അമലിന്റെ ടൈം എന്തോരം എടുക്കുന്നോ അതിന്റെ ട്വൈസ് ആർക്ക് വേണം? കമലിന് വേണം. ദെൻ ടു ഡു ദ സെയിം എമൗണ്ട് ഓഫ് ജോബ്. ഇഫ് അമൽ ആൻഡ് സുനിൽ വർക്ക് ഫോർ 4 days and 9 days respectively. അമൽ ആൻഡ് സുനിൽ 4 and 9. Okay. Kamal needs to work for 16 days to finish the remaining job. Then the number of days Sunil will take to finish the job working alone. അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് സുനില് വർക്ക് തീർക്കുക? ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് എത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ ടുഗദർ അവർ 3 പേരും കൂടി എത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ 3 പേരിൽ 2 പേര് എത്ര ദിവസം എടുക്കും, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. സോ ഹിയർ നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് സുനിൽ വിൽ ടേക്ക് ടു ഫിനിഷ് ദ ജോബ് വർക്കിംഗ് അലോൺ. സുനില് എത്ര ദിവസം കൊണ്ടാണ് ഇത് തീർക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. Disconnected. Here, Kamal takes twice as much time as Amal to do the same amount of job. Already in the question, അല്ലെ? ക്വസ്റ്റ്യനിലുള്ള കാര്യം തന്നെയാണ്. കമലിന് അമലിനേക്കാളും ട്വൈസ് ആണ് സമയം എടുക്കുക എന്നുള്ളത്. Since the amount of time taken individually by Amal, Sunil and Kamal to finish a job are in AP, Sunil should take 1.5 times the time as Amal to do the same amount of job. അപ്പോ ഇവിടെ ഇതില് സുനിൽ ഷുഡ് ടേക്ക് 1.5 ടൈംസ്. അപ്പൊ സുനിലിന് 1.5 ടൈംസ് ദ ടൈം ആസ് അമൽ ടു ഡു ദ സെയിം എമൗണ്ട് ഓഫ് ജോബ്. അപ്പൊ അമൽ എന്തോരം ചെയ്യുന്നോ അതിന്റെ 1.5 വേണം സുനിലിന് എടുക്കാൻ. ഓക്കെ, ദെൻ ടു ഡു ദ സെയിം എമൗണ്ട് ഓഫ് ജോബ് ഇൻഡിവിജ്വലി ദ ടൈം ടേക്കൺ ബൈ അമൽ, സുനിൽ ആൻഡ് കമൽ വിൽ ബി ഇൻ ദ റേഷ്യോ. സോ ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കേസിൽ കമലും അമലും തമ്മിൽ ട്വൈസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്, കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എ പിയിലായതുകൊണ്ട് റെസിപ്രോക്കൽ ഓഫ് എ പി ആണ് ഹാർമോണിക് പ്രോഗ്രഷൻ. സോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പൊ ടേക്ക് 1.5 ടൈംസ്. അപ്പൊ 1.5 ടൈം ആവുമ്പോ ഇവിടെ അമൽ, സുനിൽ, കമൽ. ഓക്കെ,
സോ ഇങ്ങനെ ആവുമ്പോ to do the same amount of job individually, the time taken by Amal, Sunil and Kamal will be in the ratio 1, 1.5 and 2. ഓക്കെ, അപ്പൊ ഈ ഒരു റേഷ്യോനെ നമ്മൾ ഡെസിമൽ പോയിന്റ് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി റേഷ്യോ ആയിട്ട്? 2:3:4. ഓക്കെ, 2:3:4 ആണ് നമുക്ക് റേഷ്യോ ആയിട്ട് കിട്ടിയത്. അമൽ while doing the work in 2 days, Kamal do it in 4 days. അല്ലെ, നോക്കിക്കേ, ഇത് അമലിന്റെ, ഇത് സുനില്, ഇത് കമൽ. ഓക്കെ, while doing the work in 2 days, അമല് 2 ദിവസം കൊണ്ട് വർക്ക് ചെയ്തപ്പോ കമലിന് 4 ദിവസം വേണ്ടി വന്നു. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത കമ്പാരിസൺ, സുനിൽ does in 6 days. നമുക്കറിയാം റേഷ്യോ വന്നത് 2:3:4 ആണെന്നുള്ളത്. ഓക്കെ, സോ അമൽ, സുനിൽ, കമൽ. അമൽ 2 days ചെയ്തപ്പോ കമലിന് 4 days വേണ്ടി വന്നു. ഇനി സുനില് 6 ദിവസം കൊണ്ടാണ് ചെയ്യണേന്ന് വിചാരിക്കുക. സോ 6 ദിവസം എന്ന് പറയുമ്പോ 3:2. ഓക്കെ, സോ സുനിൽ does in 6 days what അമൽ does in 4 days. അപ്പൊ അമല് 4 days കൊണ്ട് ചെയ്യുമ്പോ, അതായത് 2:2 ചെയ്താൽ നമുക്കറിയാം ഇവിടെ 4 ആവും എന്നറിയാം. സോ സിമിലർലി സുനിൽ വിൽ ബി എത്രയായി? 6 ദിവസം. അപ്പൊ അമൽ does in 4 days. സുനിൽ does in 12 days what കമൽ does in 16 days. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കമല് 16 days കൊണ്ട് ചെയ്യുന്നത് അല്ലെ, അതെങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കമല് 16 days ആവണമെങ്കിൽ ഇവിടെ എത്ര വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? into 4. ദാറ്റ് ഈസ് 4 into 4 16 ആവണം. സോ 4 into 4 16 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ, അതായത് ഇവിടെ 2:3:4 ആയിരുന്നു. സോ ഈ 4 into 4 16 ആവുന്നത് പോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യണം? into 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 into 4 is 12. അപ്പോ സുനിൽ does in 12 days what കമൽ does in 16 days. അപ്പോ കമൽ 16 days കൊണ്ട് ചെയ്യുന്നത് സുനിലിന് എത്ര ദിവസം മതി? 12 days കൊണ്ട് ചെയ്യാൻ പറ്റും. സോ ടു ഫിനിഷ് ദ entire job on his own, സുനിൽ would require, and also അപ്പൊ ഇവിടെ എത്ര വരും? 6 plus 9 plus 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ സുനിലിന് മാത്രമായിട്ട്, അതായത് അവരുടെ എല്ലാവരുടെയും ജോബ് ആർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം? സുനിലിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ അവരുടെ 3 പേരുടെയും ജോബ് കൂട്ടി 6 plus 9 plus 12 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയായി? 27 days ആയി. ഓക്കെ, സോ 6 plus 9 plus 12 is equal to 27 days. That is okay, that is 2:3:4 റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 6 plus 9 plus 12 ചെയ്തപ്പോ ടോട്ടൽ 27 days ആണ് ആർക്ക് കിട്ടിയത്? സുനിലിന് ചെയ്ത് തീർക്കാനുള്ള ഡേയ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Anil invest ₹22,000 for 6 years in a certain scheme with 4% interest per annum compounded half yearly. Sunil invest in the same scheme for 5 years and then reinvest the entire amount received at the end of 5 years for 1 year at 10% simple interest. If the amounts received by both at the end of 6 years are same, then the initial investment made by Sunil in rupees is. So, ഇത് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് സിമ്പിൾ ആണ്. പക്ഷെ ഇത് രണ്ടും കൂടി മിക്സ് ആണ് അല്ലെ. സോ ഇതിന് എന്താ, നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനും അതേപോലെ പല മെത്തേഡുകൾ ഉണ്ട്. ഇതിന് പല പല ഫോർമുലാസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനും ഓരോ മെത്തേഡാണ്. ഓരോ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ട്, അതല്ല ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ വേ ആണ്. സോ നിങ്ങൾ കാറ്റ് 2024 നിങ്ങൾ എയിം ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻട്രിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് MBA അതൊരു നിങ്ങളുടെ ഒരു സ്വപ്നമായിട്ട് മാറ്റുക. അത് നിങ്ങളുടെ കരിയർ ആക്കി മാറ്റുക. അതേപോലെ CAT 2024 എന്തായാലും 2023നേക്കാളും ഡിഫിക്കൽട്ട് ആവാനേ ചാൻസ് ഉള്ളൂ. ബിക്കോസ് കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അതിനനുസരിച്ചിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റി എന്ന് വരില്ല, അത്രയും പ്രോപ്പർ ആയിട്ട് പഠിക്കാനും പറ്റിയെന്ന് വരില്ല. സോ പ്രോപ്പർ കോച്ചിങ്, അതേപോലെ പ്രോപ്പർ പഠനം, അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, സോ വി ക്യാൻ ഗോ ഓൺ ടു ദ ക്വസ്റ്റ്യൻ. അനിൽ ഇൻവെസ്റ്റ് ₹22,000. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ വായിച്ചു. ഇവിടെ അനിലും സുനിലും 2 പേര് 2 സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അനിൽ ഇൻവെസ്റ്റഡ് ഇൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്
സുനിൽ ആദ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എടുത്തിട്ട് എന്തിലേക്ക് ഇട്ടു? സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, സോ അനിൽ ഇൻവെസ്റ്റ് ₹22,000 ഫോർ 6 years. അപ്പൊ അനിൽ 22,000 6 yearsലേക്കാണ് ഇട്ടത്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എമൗണ്ട് ഇസ് ഈക്വൽ ടു P into 1 plus R by 100 whole raised to N. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ജനറൽ ഫോർമുല. ഓക്കെ, ഇത് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് അറിയാനായിട്ടാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ഹാഫ് ഇയർലി ആണ്. സോ ഹാഫ് ഇയർലി ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്, ആനുവലി ഉണ്ട്. ഇനി അതും കൂടാണ്ട് ഇതായിട്ട് ഫ്രാക്ഷൻ ആയിട്ട് 2/3, 1/2, 1/3 അങ്ങനെ വരാറുണ്ട്. സോ ഇവിടെ ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ജനറൽ ഫോർമുലയാണ്, ആനുവലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹാഫ് ഇയർലി ആവുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നേരെ ഹാഫ് ആവും. ഓക്കെ, ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് വിൽ ബി ഡബിൾ. ഓക്കെ, ആൻഡ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് വെച്ചിട്ട്. ഓക്കെ, ഇത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ടോപ്പിക്കിന്റെ സമയത്ത് നമുക്ക് ഷോർട്ട് കട്ട്സ് എടുക്കാം. സോ ഹിയർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ജസ്റ്റ് നമ്മുടെ ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെയാണ്. എമൗണ്ട് ഇസ് ഈക്വൽ ടു P into 1 plus R/2/100 whole raised to 2N. അപ്പൊ ഇവിടെ നമുക്ക് പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്. P എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ, N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 22,000 into 1 plus നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 6 വർഷത്തേക്കാണ്, 4% ആണ്. അപ്പൊ എന്ത് പറ്റും? 4% എന്നുള്ളത് 4/2, ദാറ്റ് ഈസ് 2% ആയി. പിന്നെ 6 വർഷത്തേക്ക് ആയതുകൊണ്ട് ഡബിൾ ആവും, ദാറ്റ് ഈസ് 2N ആവും. എന്ന് വെച്ചാൽ 2 into 6 12 ആവും. ഓക്കെ, സോ 22,000 into 1 plus 2/100 whole raised to 12. ഓക്കെ, ദെൻ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 22,000 into 1.02 raised to 12. എന്ന് വെച്ചാൽ 100നെ 1 plus 2/100 എന്ന് പറയുമ്പോൾ 100 into 1 that is 100 plus 2 102/100. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതും അറിയാത്തവരുണ്ടാവാം, അതുകൊണ്ടാണ് ഞാൻ ബേസിക് ലെവലിലെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. ഓക്കെ, സോ 102/100 that is 1.02 raised to 12. ഓക്കെ, ദെൻ ഇതപ്പോ അനിലിന്റെ കാര്യമാണ്. അനില് ഈ സ്കീമിൽ ഇട്ടു, ഇത്രയുമാണ് ആൾക്ക് കിട്ടിയത്. ദെൻ നെക്സ്റ്റ് വൺ സുനിലും സെയിം സ്കീമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. സോ ഹി ഓൾസോ ഗോട്ട് 22,000 into 1.02 raised to 12. അല്ല, ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനില് സെയിം സ്കീമിലേക്ക് തന്നെ 5 ഇയേഴ്സിലേക്കാണ് ഇട്ടത്. സോ അവിടെ ഇയർ എത്ര വരും? 10 ഇയേഴ്സ് വരും. 5ന്റെ ഡബിൾ 10. പക്ഷെ ഇൻട്രസ്റ്റ് ഒക്കെ സെയിം തന്നെയായിരുന്നു, 4% ആയിരുന്നു. സോ അതിന്റെ ഹാഫ് 2%, അങ്ങനെ 1.02 raised to 10 വന്നു. ഓക്കെ, ക്ലിയർ? ദെൻ സുനിൽ ഇൻവെസ്റ്റഡ് ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 year at 10%. അപ്പൊ ആൾ എന്ത് ചെയ്തു? ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന അത് നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടിയപ്പോ ആൾ അത് തിരിച്ച് സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇട്ടു 1 year at 10%. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് സുനിൽസ് ഇൻവെസ്റ്റ്മെന്റ് ആഫ്റ്റർ 6 years എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഫോർമുല ഫോർ സിമ്പിൾ ഇൻട്രസ്റ്റ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു PNR/100. ഓക്കെ, സോ PNR/100 എന്ന് പറയുമ്പോൾ P പ്രിൻസിപ്പിൾ, N നമ്പർ ഓഫ് ഇയേഴ്സ്, R is റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ നമുക്ക് 6 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5ാമത്തെ വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുനിൽ 6ാമത്തെ വർഷം, അതായത് ആ 1 ഇയറിലേക്ക് ആള് സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ P into 1.02 raised to 10 എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു സ്കീമിൽ നിന്ന് കിട്ടിയ എമൗണ്ട് ആണത്. അതിനെ സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് ഇട്ടപ്പോ എന്തായി മാറിയത്? P into 1.02 raised to 10 into 1.1 കിട്ടി. ഇനി നമ്മുടെ അടുത്ത് പിന്നെ പറഞ്ഞിരിക്കുന്ന if the amounts received by both at the end of 6 years are same, so അതിനെ രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്തു, അതായത് സുനിലിന്റെയും അനിലിന്റെയും ഈക്വൽ ആണെന്ന് കിട്ടി. So 22,000 into 1.02 whole raised to 12 equal to P into 1.02 whole raised to 10 into 1.1. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? P is equal to ഈ ഒരു ഭാഗത്തിനെ ഇതിന്റെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 22,000 into 1.02 into 1.02 divided by 1.1 is equal to 2808. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
20,808 കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ക്ലിയർ? സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A lab experiment measures the number of organisms at 8 a.m. every day. Starting with 2 organisms on the first day, the number of organisms on any day is equal to 3 more than twice the number on the previous day. If the number of organisms on the nth day exceeds 1 million, then the lowest possible value of n is. So, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ടോപ്പിക് വൈസ് പറയാൻ പറ്റില്ലെങ്കിലും ഒരു സീരീസ് എന്നുള്ളൊരു കണക്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, എ ലാബ് എക്സ്പെരിമെന്റ് മെഷേഴ്സ് ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് അറ്റ് 8 AM എവറി ഡേ. അപ്പൊ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഓർഗാനിസത്തിന്റെ നമ്പേഴ്സ് എടുക്കുവാണ്. അതില് 2 ഓർഗാനിസത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഡേ 2 ഓർഗാനിസംസ് ആൻഡ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ഓൺ എനി ഡേ ഈസ് ഈക്വൽ ടു 3 more than twice the number on the previous day. സോ നമ്മൾ ആ ഇക്വേഷനിലേക്ക് പോകുമ്പോ ഇതിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 1 million എക്സീഡ് ചെയ്യണം എന്ന്. അതായത് nth ഡേ എക്സീഡ്സ് 1 million. അതായത് ഏതോ ഒരു ദിവസം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ 1 million എക്സീഡ് ചെയ്തു എന്ന്. അപ്പൊ അതിൽ നിന്നും ആ n എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ 1 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁶ ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. ദെൻ ഡേ 1 പറഞ്ഞു 2 നിന്നാണ് തുടങ്ങണേന്ന് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് ഡേയിൽ 2 ഓർഗാനിസംസ് ആണ്. പിന്നീട് ഡേ 2 2 സ്ക്വയർ പ്ലസ് 3, അതില് ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, മോർ ദാൻ ട്വൈസ് ദ നമ്പർ ഓൺ ദ പ്രീവിയസ് ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ജനറൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഡേ 2 2 സ്ക്വയർ പ്ലസ് 3 എന്ന് കിട്ടി. ഓക്കെ, സോ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോ ഡേ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ഇക്വേഷൻ വരുന്നത് 2n plus 3 into 2n minus 2 plus 2n minus 3 plus etc. up to 1. Okay, then here ഇതിനെ നമ്മൾ nth day എന്നുള്ള ഇതിൽ എടുക്കുവാണെങ്കിൽ 2n plus 3 into 2n minus 1 minus 1. Then ഇതിനെ 2n minus 1 2 plus 3 minus 3 ഇതിൽ നിന്നും കോമൺ എടുത്തതാണ്. സോ 2n minus 1 into 2 plus 3 minus 3. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 2n minus 1 4 plus 1 എന്ന് വെച്ചാൽ 2 plus 3നെ നമ്മൾ മാറ്റി എഴുതിയതാണ്, 4 plus 1 ആക്കി എഴുതണം. അതായത് നമ്മുടെ ആ ഇക്വേഷനിലേക്ക് അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡുകളും ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം ഓപ്ഷനിൽ എന്താണോ ആൻസർ കിടക്കുന്നത് അതിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും, പല മെത്തേഡുകൾ നോക്കേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ 2 plus 3 എന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിക്കൂടാ അല്ലെ? പക്ഷെ അങ്ങനെയല്ല, ഇതിപ്പോ 2 plus 3 എന്നുള്ളത് 5നെ നമ്മൾ എന്താക്കി എഴുതി, 4 plus 1 ആക്കി എഴുതി, minus 3. Then 2n minus 1 4 plus 1 minus 3. ഇവിടെ നോക്കിയേ, 2n plus 1 plus 2n minus 1 minus 3. അപ്പൊ ഇവിടെ നമുക്ക് മില്യണിലേക്ക് എത്തണം. സോ ഇവിടെ നോക്കിക്കേ, 10⁻⁶. നമ്മുടെ ജനറൽ ആയിട്ടുള്ളത് പറയുവാണെങ്കിൽ എക്സീഡ് മില്യൺ എന്നാണ് പറയുന്നത്. മില്യൺ എക്സീഡ് ചെയ്യുവാണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതാണ് ജനറൽ ഇതായിട്ട് വരിക. 10⁻⁶ എന്ന് പറയുമ്പോൾ 2⁻⁶ into 5⁻⁶. 2⁻⁶ into 5⁻⁶ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, 2⁻⁶ into 4⁻⁶. ഇതിങ്ങനെ ഇത് ഈക്വൽ ടു ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ എന്താ, നമ്മുടെ എക്സീഡ്സ് 1 million എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈക്വൽ ടു എന്നുള്ള സൈൻ മാറ്റിയിട്ട് ഗ്രേറ്റർ ദാൻ എന്നുള്ള സൈൻ ആക്കി. ഓക്കെ, സോ 10⁻⁶ is greater than 2⁻⁶ into 4⁻⁶. Because ഇവിടെ നോക്കിക്കേ, by putting n is equal to 18 we get a value 65537 which is less than 1 million. അതായത് 1 മില്യണിൽ താഴെ ആയിരിക്കും നമുക്ക് ഈ n-ന് 18 ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുക. അതായത് ഇവിടെ ചെയ്യണ സമയത്ത് നമുക്ക് 6, ഇപ്പൊ ഇവിടെ 6 ആയി. ഇനി ഇവിടെ 2⁻⁶ into 2⁻12 ചെയ്യുമ്പോൾ 2⁻6 plus 12 ഇങ്ങനെയല്ലേ വരിക, 2⁻6 plus 12. സോ 6 plus 12 എന്ന് പറഞ്ഞാൽ 2⁻18 ആണ്. സോ ഈ 18 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എത്ര വരുന്നുള്ളൂ, 65,537 വരുന്നുള്ളൂ. അത് 1 മില്യൺ ആയിട്ടില്ല. അപ്പൊ 1 മില്യൺ ആവണമെങ്കിൽ എന്ത് വേണം, n-ന് 19 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇറ്റ് വിൽ ബി എക്സീഡിങ് മോർ ദാൻ 1 മില്യൺ. അതായത് 10⁻⁶നേക്കാളും എക്സീഡ് ചെയ്യും എന്താണെങ്കിൽ ഈ 2⁻⁹
19 ആണെങ്കിൽ, അതായത് 10⁻6 is greater than 2⁻19. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിന്റെ എക്സ്പ്രഷൻ എന്താന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേതിനേക്കാളും അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്താണോ തന്നിരിക്കുന്നത് അതിനേക്കാളും വലിയ വാല്യൂ ആണോ കിട്ടുന്നത് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്നിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പോ ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല ആ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആവാണ്ട് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വൈസും നിങ്ങൾ പഠിക്കാണ്ട് നമുക്കൊരു എക്സാം പാസ്സാവാൻ പറ്റില്ല. സോ ഓരോ ടോപ്പിക് വൈസും നിങ്ങൾ കവർ ചെയ്ത് പോകണം ഫ്രം ദ ബേസിക് ഓൺവേർഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ പ്ലസ് ഒരു മാത്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ബേസിക് എന്ന് പറയുന്നത് തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഫ്രം ദ ബേസിക് ഓൺവേർഡ്സ് നല്ല ഒരു കൃത്യമായിട്ടുള്ള ഒരു കോച്ചിങ്ങോട് കൂടിയും കൃത്യമായിട്ടുള്ള ഒരു പഠനത്തോടു കൂടിയും ലക്ഷ്യത്തോടു കൂടിയും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് CAT 2024 നിങ്ങൾക്ക് എയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് അഡ്മിഷനിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാനും പറ്റും. സോ അതിലേക്കായിട്ട് എൻട്രിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോച്ചിങ്ങിന് ചേരാൻ നോക്കുക. സോ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.